ബിഗ് ബോസ് മലയാളം സീസൺ 6 മൂന്നാമതായിട്ട് പോയത് അൻസിബയും നോറയായിരുന്നു. വലിയ തർക്കങ്ങളും വിഷയങ്ങളോ ഒന്നും ഇല്ലാതെ അൻസിബ അത് സ്വയം ഏറ്റെടുത്ത് ഞാൻ നോമിനേഷനിൽ പോകാമെന്ന് പറഞ്ഞ് അൻസിബ നോമിനേഷനിലേക്ക് പോയി. അടുത്തത് വന്നത്, അതായത് നാലാമതായിട്ട് വന്ന ജോഡി എന്ന് പറയുന്നത് ഋഷിയും അപ്സരയായിരുന്നു. തീർച്ചയായിട്ടും അവിടെ ഒരു നല്ല രീതിയിലുള്ള ഒരു വാഗ്വാദം അല്ലെങ്കിൽ സംസാരം അല്ല ഉണ്ടായത്. കഴിഞ്ഞ ആഴ്ചയിൽ കണ്ട അതേ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു ആ കൺഫെക്ഷൻ റൂമിൽ വെച്ച് ഋഷിയും അപ്സരയും സംസാരിച്ചത്. അതേപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാത്ത രീതിയിൽ ആ ഒരു അഗ്രസീവായിട്ട് തന്നെയായിരുന്നു ഋഷിയും അപ്സരയും പരസ്പരം ആ ഒരു നോമിനേഷന് വേണ്ടി, നോമിനേഷൻ ഫ്രീ ആവുന്നതിന് വേണ്ടി വാദിച്ചത്. രണ്ടുപേരും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അതിനിടയ്ക്ക് പലപ്പോഴും രണ്ടുപേരും അൻസിബയുടെ പേര് വലിച്ചിടുന്നത് കണ്ടു. ഋഷി പറയുന്നുണ്ട്, എൻ്റെ കൂടെ ഇപ്പോൾ അൻസിബ ആയിരുന്നുവെങ്കിൽ, അപ്സരയ്ക്ക് പകരം അൻസിബ ആയിരുന്നുവെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വിട്ടുകൊടുത്തേനെ എന്നുള്ളത്. അപ്സര അതിന് മറുപടി തിരിച്ചും പറയുന്നുണ്ട്, അങ്ങനെ അൻസിബയുടെ പാലാട്ടിയായിട്ടാണ് നീ നിൽക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവസാനം ബിഗ് ബോസ് ടൈം കഴിഞ്ഞു എന്ന് മുന്നറിയിപ്പ് കൊടുത്തിട്ട് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. 3-4 തവണ ബിഗ് ബോസിന് പറയേണ്ടി വന്നു, ടൈം കഴിഞ്ഞു. അവസാനം ഒരു വാർണിംഗ് പോലെ, സമയം കഴിഞ്ഞിരിക്കുകയാണ്, അവസാനിച്ചിരിക്കുകയാണ്, നിങ്ങൾക്ക് പോകാമെന്നുള്ളത്. അവസാനം അങ്ങനെ അത് പറഞ്ഞപ്പോഴാണ് അപ്സര എഴുന്നേറ്റ് പോകാൻ വേണ്ടി പോയത്. അപ്പോൾ പറയുന്നുണ്ട്, ഇവിടെ നടന്ന കാര്യങ്ങൾ പുറത്ത് പറയരുത് എന്നുള്ളത്. അങ്ങനെ രണ്ടുപേരും, അപ്സരയും ഋഷിയും, ഡയറക്റ്റ് നോമിനേഷനിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ.